ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുബായിലെ ഷാർജയിലുള്ള മൊബൈലിയയിലെ അൽജദ പാർക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 രൂപ പോലും ചിലവില്ലാത്ത കുട്ടികളുടെ നല്ലൊരു പാർക്കാണ്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനും കളി പഠിക്കാനും പറ്റിയ നല്ലൊരു ഏരിയ തന്നെ ഇവർ പ്രത്യേകം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാനും കാക്കും ഉമ്മയാണ് ഇത് കാണാൻ പോകുന്നത്. മോനും ഫാമിലിക്കും വേറൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ കുറച്ച് വൈകിട്ട് റൂമിലെത്തുള്ളൂ. അപ്പോൾ അവർ ഒരു പാർക്കിലേക്ക് എത്തിച്ച് തന്നിട്ട് അവരുടെ പരിപാടിക്ക് പോകും. അപ്പോൾ ഞങ്ങൾ അൽജദ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഷാർജയിലെ മൊബൈലിൽ തന്നെയാണ്, ഇവിടെ അടുത്ത പാർക്കാണ്. അപ്പോൾ ഇവിടെ ഈ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ഇത് കാണാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കുക. വൈകുന്നേരം ഒരു 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇറക്കി അവരിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൽ പല ഭാഗത്തും എൻട്രൻസ് ഉണ്ട്. ഈ ഭാഗത്താണ് ഇറങ്ങിയത്. അപ്പോൾ അതിലിങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും കുട്ടികളുടെ ഓരോ അഭ്യാസങ്ങൾ, അവർ കളിക്കുന്നതൊക്കെ. നമുക്കിതൊന്നും കാണാൻ തന്നെ കഴിയൂല, അത്രയും കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കണ്ടോ, രാത്രി ആയതുകൊണ്ട് തന്നെ ക്യാമറയിൽ അത്ര തെളിഞ്ഞ് കാണില്ല, എന്നാലും പരമാവധി ഞാൻ ക്ലിയറാക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഫാമിലികളൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിക്കും. നമുക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് അവർ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പേടിയാവും. നമുക്ക് 2 കാലത്തേനും നടക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഇവരെ ഇങ്ങനെയുള്ള ഓരോ അഭ്യാസങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റിലൊക്കെ കാണുമ്പോൾ എന്തായാലും നമുക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ കാണാൻ കഴിയുന്നത് ഓരോ ഫാമിലി വന്നിട്ട് കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് അവർ പോകും. അവർ നടക്കാൻ പോവുകയാണ്. അവർ നടന്ന് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കുട്ടികളുടെ അടുത്ത് പോകും. ഇവർക്ക് ഇവിടെ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. കുട്ടികളങ്ങനെ വീഴൊന്നുമില്ല തോന്നുന്നു. അങ്ങനെയാണ് ഇവിടെ ഓരോന്ന് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നു, കാണുമ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇവരിങ്ങനെയൊക്കെ അഭ്യാസം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടി പോവാൻ നോക്കുന്നത്. മാമാ അവള് റെഡിയാണ്. കണ്ടോ, നമുക്കൊന്നും ഇതിങ്ങനെ കാണാനേ കഴിയാം, ഭയങ്കര പ്രയാസമാണ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്തായാലും ഇവർക്ക്. കണ്ടോ, ഇത് ഇവിടെ മാത്രമല്ല ഓരോ സെക്ഷനിലും ഇങ്ങനെ തന്നെയാണ്. ഇത് ഓരോ പ്രായക്കാർക്ക് ഓരോ സെക്ഷനാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് ഇങ്ങനെ, പിന്നെ ഇതിൻ്റെ കുറച്ചപ്പുറത്ത് കുറച്ചുകൂടി വലിയ ആൾക്കാരാണ്, കുറച്ചുകൂടി വലിയ കുട്ടികളാണ്. പിന്നെ ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് പല അപകടം പറ്റിയാൽ നോക്കാനൊക്കെ സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ട് എല്ലാ ഭാഗത്തുനിന്നും. കുട്ടികൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാകും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കുറേ ഫാമിലികളുണ്ട് ഇവിടെ. നല്ലൊരു ഏരിയയിൽ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഷാർജയിലുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ നല്ല എളുപ്പമാണ്. ഞങ്ങളിവിടെ ഷാർജയിൽ മൊബൈലിൽ തന്നെ ആയതുകൊണ്ട് തോന്നുന്നില്ല, ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ചൂടൊന്നുമില്ല, ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ട്, പിന്നെ നല്ല കാറ്റൊക്കെ ഉള്ള സമയമായിരുന്നു, നല്ല കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ കുട്ടികൾക്കും തന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര അതിശയമായിട്ട് നിൽക്കുകയാണ്. നമ്മളിവിടെ ഒന്നും ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ പോകുന്നതൊന്നും ഉമ്മ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ പ്രത്യേകതകളൊക്കെ കാണുമ്പോൾ ഉമ്മാക്കും തന്നെ ഭയങ്കര അതിശയമായിട്ട് ഉമ്മ പോവാന്നൊക്കെ പറയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും പറഞ്ഞു, പക്ഷേ കാക്കൂനൊന്നും പോകുന്നത് ഇഷ്ടമല്ല, കാക്കു ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ കാക്കൂന് ഇഷ്ടമാണ്. കുറച്ച് സമയമൊക്കെ ഞാൻ അതിങ്ങനെ കാണും. പിന്നെ ഞാൻ അങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് ഞാനും നിന്നത്. എനിക്ക് തീരെ അത് കാണാൻ തന്നെ കഴിയാത്ത ഒരാളായിരുന്നു ഞാൻ. എന്തായാലും നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു പോകാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. എന്തായാലും സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാനൊന്നും കഴിയില്ല ഇവരെ കാട്ടിൽ കാണുമ്പോൾ.
മക്കൾക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവട്ടാണ് ഇവരിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. ഇവർക്കുള്ള സംവിധാനങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുവരികയാണ് വണ്ടിയിൽ. അപ്പോൾ ഇതാ പലരും വരുമ്പോഴും ഇവിടെ ഇറക്കി വിട്ടിട്ട് ഇവരങ്ങനെ പോവുകയാണ്. ഇതിൻ്റെ 4 ഭാഗവും ഇവിടെ മാത്രമല്ല എല്ലാ ഭാഗത്തും ഫ്രീ ആണ്. ഇവിടെ പഠിക്കാൻ വന്ന കുട്ടികളും പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. ഇവർക്ക് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയാണ് ഇതിൻ്റെ ഇടയിലൂടെ നടക്കുന്നത്. പഠിക്കുന്ന കുട്ടികളും ഈ എക്സ്പീരിയൻസുള്ള കുട്ടികളുടെ ഇടയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ടുള്ളവർക്കൊക്കെ ഇവിടെ വന്നിരുന്നാൽ നല്ല രസമായിരുന്നു. സമയം പോകുന്നത് തന്നെ അറിയില്ല. അപ്പോൾ ഇതാ വണ്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ എപ്പോഴും ഫാമിലികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല തിരക്കാണ്. ഒരു ഭാഗം മാത്രമല്ല, ഈ ഏരിയയിൽ മൊത്തം ഉണ്ട്. ഇത് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു നമ്മൾ ഫസ്റ്റ് വന്നാലൊന്നും അറിയില്ല. കുറച്ചൊക്കെ നമുക്ക് ഇതിലിങ്ങനെ വന്ന് പരിചയമാവണം. ഇത് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിക്കുമ്പോൾ നേരത്തെ കണ്ട കുട്ടികളുടെ ഒന്നും കൂടി താഴത്തുള്ള കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവരൊരു ഭാഗമാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാനും ഉമ്മയും കാക്കുനോട് ഒന്ന് പോകുകയെന്ന് പറഞ്ഞ് ഞങ്ങളിതാ അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി. കുറച്ചും കൂടി ഇങ്ങോട്ട് പോയി നോക്കുമ്പോൾ വേറൊരു പാർക്ക് കാണാനുണ്ട്. അപ്പോൾ ഉമ്മമാരൊക്കെ ചെറിയ കുട്ടികളായിട്ട് അവിടെ ഒരു ഊഞ്ഞാൽ പോലെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇട്ടിട്ട് കുട്ടികളെയും കൊണ്ട് കളിക്കുകയാണ്. അപ്പോൾ രാത്രി സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെയൊക്കെയാണ് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നല്ല കളർഫുള്ളൊക്കെ ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളാണ്. കണ്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്ക് സമയം പോകുന്നത് തന്നെ അറിയില്ല. മക്കളെ കളി ഇങ്ങനെ കണ്ടിരിക്കുക. ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ അമ്മക്ക് ഇഷ്ടമായിക്കുന്നു. അമ്മ അത് കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് മുതലായിട്ടുണ്ട്. അൽജാദ പാർക്കാണ്. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനും കാണാനൊക്കെ. എന്തായാലും ഞങ്ങൾ അവിടെ നിന്നും കുറച്ചും കൂടി അങ്ങോട്ട് പോയി വേറൊരു ഭാഗത്തേക്ക് നീങ്ങി. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിലും കുറച്ചും കൂടി ചെറിയ കുട്ടികൾ കളിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകമുള്ള കല്ലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ഷീണിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഇത് കണ്ടോ, മക്കളൊക്കെ ഓരോ അഭ്യാസങ്ങൾ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇവർക്കൊന്നും ഒരു പേടിയില്ല. ഇനി ഇതിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് പോയി നോക്കി ഏത് ഭാഗത്തേക്ക് പോകുകയാണെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ കാണാം, ഫോട്ടോ എടുക്കാം. അതുപോലെ എവിടെയും ഒരു ഫീസും നമ്മൾ കൊടുക്കണ്ട. ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണിത്. അപ്പോൾ ഞങ്ങളങ്ങനെ എക്സാമിൽ നീങ്ങി വെക്കുമ്പോൾ വേറെ സെക്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോയി നോക്കി നമ്മളിവരും തന്നെ കളർഫുള്ളായിട്ടുള്ള ഓരോ സംഭവങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ളതായിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് കുറേ ബാളുകളായിട്ട് കുട്ടികൾ ചെറിയ മക്കളായിട്ട് കടന്നു വരുന്നത് കളിക്കുന്നുണ്ട്. ഇവിടേക്ക് ആർക്കും വരാം, ആർക്കും ഇരിക്കാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് സമയം പോയതെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെറിയ മക്കളൊക്കെ ഇവർക്കും ഒരു ക്ഷീണമൊന്നുമില്ല. വൈകുന്നേരം കുട്ടികൾക്ക് കളിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കുക. ഇത് ഷാർജയിലെ ഹുവൈലിയിലെ അൽജാദ പാർക്കാണ്. ഏത് പ്രായക്കാർക്കും വരാം, ഇവിടെ കളിക്കാം. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവിധ എക്സസൈസും മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാനും എൻ്റെ കാക്കുവിൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് നീങ്ങി നോക്കുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള വേറൊരു വെള്ളത്തിൻ്റെ ഒരു ഏരിയയാണിത്. അപ്പോൾ ഇവിടെയും തന്നെ ഈ വെള്ളം ഇങ്ങനെ വരുമ്പോൾ പല കളറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരിവിടെ ഓടിച്ചും കളിച്ചിട്ടൊക്കെയാണ്
ചെറിയ മക്കളൊക്കെ ഒരു പേടിയില്ല മക്കൾക്കൊന്നും. അപ്പോൾ ഇവർക്കൊക്കെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇവർ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കളിക്കാൻ ധൈര്യമുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കളിക്കാം. പിന്നെ നമ്മൾ പോകേണ്ട സമയത്ത് വേറെ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ പോയാൽ മതിയല്ലോ. അപ്പോൾ അതിനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും ഇവർ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ ഇതാ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഷാർജയിലും മുവൈലിയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് ഇത് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഇവിടെ നിന്ന് വന്നിട്ട് എന്തായിരുന്നു വന്ന് കാണണം. എന്തോ ഇത്ര ചെറിയ മക്കളാണ് ഈ നിൽക്കുന്നതൊക്കെ. ഇവർക്കൊന്നും ഒരു പേടിയില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.